ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ അരങ്ങേറുകയാണ്. നിയമവിരുദ്ധമായ ഹൈക്കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് VC എടുത്ത നിലപാടുകൾ. ഇപ്പോൾ കമലേഷ് സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ നിന്ന് ചേരുന്നു. കമലേഷ്, DYFI കൂടി ഇന്ന് പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ DYFIയുടെ പ്രതിഷേധ മാർച്ച് അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പറഞ്ഞതുപോലെ ഗോവയിൽ നിന്ന് പണം കൊണ്ടുവന്ന് അത് ഇവിടെ സർവകലാശാല ജീവനക്കാർക്ക് നൽകിയല്ല ഈ സർവകലാശാല പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ജനാധിപത്യ സർക്കാരിൻ്റെയും ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാല, ആ സർവകലാശാലയിൽ അന്യായമായ നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ അതിനെ തടയുക തന്നെ ചെയ്യും. SFIക്ക് പിന്നാലെ DYFI കൂടി സമരരംഗത്ത് എത്തുമ്പോൾ ഇന്ന് തലസ്ഥാനം കലാപകലുഷിതം തന്നെയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ്, DYFIയുടെ മാർച്ചിന് തുടക്കമായോ? സിജു, അല്പസമയത്തിനകം DYFIയുടെ മാർച്ച് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പോലീസ് സുസജ്ജമായി നിൽക്കുകയാണ്. വലിയ അളവിൽ, അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ വലിയ അളവിൽ തന്നെ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 3 DYSPമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പോലീസിന്റെ സുരക്ഷാ ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത്. 3 DYSPമാരാണ്. അതിന് കീഴിൽ നിരവധിയായ IP ഉൾപ്പെടെ ഇവിടെ സജ്ജരായിരിക്കുകയാണ്. കൊല്ലത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഉൾപ്പെടെ പോലീസുകാരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ നിലയിൽ തന്നെ ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. SFI ആണ് ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ദിവസം. ആ പ്രതിഷേധം വലിയ ഒരു പ്രതിഷേധമായി തന്നെ സർവകലാശാല ആസ്ഥാനത്ത് അത് മാറുകയും ചെയ്തു. നിരവധിയായ SFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന, ഈ മർദ്ദനത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 27ഓളം SFI പ്രവർത്തകരെയും നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ ഒരു തുടർച്ചയായാണ് ഇന്നിപ്പോൾ SFI പടിപ്പുമുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി പടിപ്പുമുടക്ക് സമരമാണ് നടക്കുന്നത്. അതോടൊപ്പമാണ് ഈ സമരത്തെ DYFI കൂടി ഏറ്റെടുക്കുന്നത്. സർവകലാശാലകളെ വലിയ അളവിൽ കമലേഷാണ് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകി. DYFIയുടെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കമലേഷ് നൽകിയത്.